പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതേ റേറ്റിംഗിന്റെ കാലം കൂടിയാണല്ലോ. മികച്ചതിനൊക്കെ നല്ല ലൈക്കും ഷെയറും സ്റ്റാറും ഒക്കെ കൊടുക്കുന്ന സമയം. സ്പോർട്സിൽ മാൻ ഓഫ് ദ മാച്ച് പോലെയെങ്കിൽ ഇത്തവണത്തെ മന്ത്രിമാരിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് ആരുടേതാണ്? വൈറ്റ് ടോക്കിൽ നമ്മുടെ സിയ സൂസൻ സാമും സരിക സജിയും ജനങ്ങളോട് തന്നെ ഇക്കാര്യം ചോദിക്കുന്നുണ്ട്. വൈറ്റ് ടോക്കിലേക്കാണ് ഇനി ഹലോ മലയാളം. ഹായ് ചേട്ടന്മാരെ. എനിക്കൊന്നും പറയാം. പിണറായി വിജയൻ എന്താ ഇഷ്ടമല്ല? ചേട്ടാ വീഡിയോ കത്തല്ലേ? എല്ലാ കൊല്ലവും സ്കൂൾ ആനുവൽ ഡേക്ക് ഒരു ടോപ്പറിനെ കണ്ടുപിടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അതുപോലെ നമ്മുടെ ഇത്തവണത്തെ മന്ത്രിസഭയിൽ ഒരു ടോപ്പറിനെ കണ്ടുപിടിച്ചാൽ അപ്പൊ ഇന്നത്തെ വൈറ്റ് ടോക്ക് ഇവിടെ ആരംഭിക്കുന്നു. ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇത്തവണത്തെ മന്ത്രിസഭയിലെ മികച്ച മന്ത്രി ആര്? നമ്മുടെ ഇത്തവണത്തെ മന്ത്രിസഭയിലെ ഏറ്റവും മികച്ച മന്ത്രി ആര്? നമ്മുടെ മന്ത്രിമാരിൽ മുഖ്യമന്ത്രി തന്നെയാണ് നമ്പർ 1. വിശ്വാസമില്ല. അത് പറയാൻ ബുദ്ധിമുട്ടാ. ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഗുണം ചെയ്തിട്ടുണ്ടെങ്കിൽ പിണറായി ഉള്ളൂ. പെൻഷൻ, അതുപോലെ വഴിയോര കച്ചവടക്കാരുടെ ലൈസൻസ് കാര്യങ്ങളൊക്കെ നേടുന്നത്. ആരെ പറ്റി ഒരു അഭിപ്രായം പറയാനില്ല. എന്താ അഭിപ്രായം പറയാൻ? പിണറായി വീണ്ടും ഇത് അധികാരത്തിൽ വരും. യാതൊരു സംശയമില്ല. 105 സീറ്റിലെങ്കിലും അധികാരം. എനിക്കൊന്നും പറയാനില്ല. എനിക്കൊന്നും പറയാം. ഈ ആൾക്കാർ ഒന്നിനും താല്പര്യമില്ല. അതുകൊണ്ട് എല്ലാവരും മാറിയിട്ട് പുതിയ യുവാക്കള് മുന്നോട്ട് വരണമെന്നുള്ള ഒരു ആഗ്രഹമുള്ളൂ. ഭരണമാറ്റം വരണമെന്നുണ്ടോ? ഒരു മാറ്റവും ഇല്ല. എന്തിനാ മാറണത്? മൂന്നാമത് അവർ വരാൻ പോണല്ലേ. പിണറായി വരട്ടെ. അയാൾ ഭരിച്ചാലെന്താ കുഴപ്പമുള്ളത്? ആണോ? 10 കൊല്ലം ഭരിച്ചിട്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പൊ മികച്ച മന്ത്രി ആരാ ഈ കൂട്ടത്തില്? ആരും മോശമല്ല. 14 നല്ല മന്ത്രിമാരാ എല്ലാവരും. ഒരാളും മോശക്കാരല്ല. പ്രായത്തിന്റെ വ്യത്യാസം. അയാൾ ഇനി നിൽക്കാനും പാടില്ല, കയറാനും പാടില്ലാത്ത ആളാണ്. പിന്നെ അയാളെ തന്നെ താങ്ങുന്നതിന്റെ ഉദ്ദേശം എന്താ? 20 പേരിൽ ആരാ കുഴപ്പക്കാരുള്ളത്? 20 മന്ത്രിമാരും മോശക്കാരല്ല. അയ്യപ്പനവരെ കട്ടൻ പോണ ആൾക്കാർ. പിന്നെ ആരാണ് ഇതിൽ നല്ലവരുള്ളത്? കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ശൈലജ ടീച്ചർ ഏറ്റവും കൂടുതൽ വോട്ട് മേടിച്ചാണ്. അവരായിരുന്നു മുഖ്യമന്ത്രി ആവേണ്ടിയിരുന്നത്. അവരെ ഒരു മൂലക്കൊണ്ടിരുത്തിട്ട് ഇയാൾ കയറേണ്ട കാര്യം എന്താ ഉള്ളത്? ഗണേഷ് കുമാറിനോട് പുള്ളി എന്തെങ്കിലുമൊക്കെ നാടിന് വേണ്ടി ചെയ്യണം എന്നുള്ള ഇതുണ്ട്. പൊളിറ്റിക്കലി നാടിന് വേണ്ടിയിട്ടുള്ള നല്ല തീരുമാനങ്ങളും പിന്നെ KSRTC ഒക്കെ നല്ല രീതിയിൽ മികച്ച രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. എന്നാലും ഒരു മന്ത്രിയുടെ പേര് ഇവര് കൊള്ളായിരിക്കും. മന്ത്രി എന്ന് പറയാൻ ആരും തന്നെ ഇല്ല. ആരുമില്ല. വീണ ജോർജ് കൊള്ളാം. പിന്നെ ഭേദം എന്ന് പറഞ്ഞ KSRTC ആണ്. ചില പ്രവർത്തികളും ചില നിലപാടുകളും അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. ആരോഗ്യ മേഖല അടിപൊളിയായിട്ടല്ലോ പേരുള്ള നമ്മുടെ പൊളിറ്റിക്സ് ഉണ്ടല്ലോ, ഇന്ന് ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്സ് നമ്മൾ കാണുന്നില്ല. എല്ലാവരും അവരവരുടെ കീശ വീർപ്പിക്കുക എന്നുള്ളത് മാത്രം. അതുകൊണ്ട് നല്ലൊരു മന്ത്രി ആരാണെന്ന് പറയാൻ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ആയാലും ശരി, അത് പൊതുമരാമത്ത് മന്ത്രി ആയാലും ശരി, ഒക്കെ ഇതാണ് അവസ്ഥ. പിണറായി വിജയൻ എന്താ ഇഷ്ടമല്ല? ചേട്ടാ വീഡിയോ കത്തല്ലേ? ആരാന്നും കറക്റ്റ് പറയാൻ പറ്റില്ല. അവിടെ ചോദിക്കുകയാണെങ്കിൽ ആരെയും പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. എനിക്ക് പോട്ടെ. ഈ ബാഗൊക്കെ എടുത്തോണ്ടോ? അങ്ങോട്ട് ഇരിക്കാൻ ഒക്കുന്നില്ലല്ലേ? എന്നാലും 1 മണിക്കൂർ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല വേദന എടുക്കത്തില്ലേ? ശിവൻകുട്ടി. എന്താ ശിവൻകുട്ടി ഫാനാണോ? ശിവൻകുട്ടി ഫാനാണോ? ശിവൻകുട്ടി ഫാനൊന്നുമില്ല. ഒരു കുഴപ്പമില്ല അദ്ദേഹം. ബാക്കിയുള്ളവരെയൊക്കെ പറ്റി പിന്നെ പൊതുവായിട്ട് അഭിപ്രായം പറയണില്ല. ശിവൻകുട്ടി കാരണം എന്നാ? കാരണം അങ്ങനെ പ്രവർത്തനം നല്ലതാണ്. ഏറ്റവും മോശം പറഞ്ഞ ആരായിരിക്കും? പറയാൻ പറ്റില്ല. എല്ലാരും നല്ലത് തന്നെ. നല്ല ക്ലാസിന് മൊത്തത്തിൽ നല്ല അഭിപ്രായമാണെങ്കിലും ഒരു ടോപ്പറിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ക്ലാസ്സോ മന്ത്രിസഭ എന്തായാലും ഇലക്ഷൻ വരുമല്ലേ, നമുക്ക് നോക്കാം ആര് ഫസ്റ്റ് ക്ലാസ് അടിക്കുമെന്ന്. എന്തായാലും ഇന്നത്തെ വൈറ്റ് ടോക്ക് ഇവിടെ അവസാനിക്കുന്നു. സൈനിങ് ഓഫ് സിയ സൂസൻ, സരിക സജി. ബൈ ബൈ.